നമ്മളിപ്പോൾ എളുപ്പം എങ്ങനെയാണ് കടലക്കറി നല്ല ടേസ്റ്റിയോട് കൂടെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. ഉള്ളി വഴട്ടും ഒന്നും ചെയ്യേണ്ട, ഒരു വഴട്ടലും ഒന്നുമില്ല. വളരെ ഫാസ്റ്റ് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതേസമയം വഴട്ടിയെടുക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നല്ല രുചിയോട് കൂടെ. നിങ്ങൾ പിന്നെ ഇത് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ, വഴട്ടേണ്ടൊന്നും ആവശ്യം വരില്ല. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിപ്പോൾ ഇത് ഒരു 240 വരുന്നുള്ളൂ. ഞാൻ കറക്റ്റ് തൂക്കി നോക്കിയപ്പോൾ ഇപ്പോൾ ഒരു 1/4 കിലോയുടെ കടല ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു, നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചു. ഇന്ന് രാവിലെ അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒന്നുകൂടെ എടുത്തിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. അപ്പോൾ ഒരു 250 ആണ് ഞാൻ എടുത്തേക്കുന്നത്, 1 കപ്പ്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ഇടേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ മെയിനായിട്ട് സവാള എടുത്തിട്ടുണ്ട്. സവാള പലർക്കും വരുന്ന പ്രശ്നം വെച്ചാൽ വലിയ സവാള, ചെറിയ അളവിൽ കടല എടുക്കുകയും ചെയ്യും, വലിയ അളവിൽ സവാളകൾ എടുത്ത് ഉപയോഗിക്കും. അപ്പം ഭയങ്കരമായിട്ട് മധുരം വരും ഈ കടലക്കറിക്ക്. ഒരിക്കലും അത് പാടില്ല. കടലക്കറിക്ക് ഇത്രയും ഇപ്പം ഞാനൊരു കുഞ്ഞ് സവാള എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ കണ്ടില്ല, ഇത് തേങ്ങക്കൊത്ത് അത്യാവശ്യമാണ് ഇതിന് രുചി. ആ തേങ്ങക്കൊത്ത് ഇല്ലെങ്കിൽ ഞാൻ കടലക്കറി ഉണ്ടാക്കാറില്ല. അങ്ങനെയാണ്, അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് കടലക്കറിയുടെ കൂടെ തേങ്ങാക്കൊത്ത്. അപ്പോൾ അത് വേണം. അതൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ് എടുത്തത്. അപ്പോൾ നാട്ടിലെ വെളുത്തുള്ളി ആകുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. പിന്നെ ഒരു ചെറിയ തക്കാളി, ഇതും ഓവറായിട്ട് പാടില്ല. കാരണം എൻ്റെ മമ്മിയൊക്കെ കടലക്കറി പണ്ട് വയ്ക്കുമ്പോൾ തക്കാളി ചേർക്കത്തില്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ ഞാൻ തക്കാളി കുറച്ച് ശീലിച്ചു. അപ്പോൾ അത് എനിക്കിഷ്ടമാണ്. പക്ഷേ വലിയ തക്കാളി പാടില്ല, ചെറിയ തക്കാളി ആകാവും. ഞാനിപ്പോൾ ഇത് സ്കിന്നും സീഡും ഒക്കെ റിമൂവ് ചെയ്യും. അപ്പോൾ പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഏലക്ക, പിന്നെ ഒരു ഗ്രാമ്പു, ചെറിയ കഷ്ണം പട്ട, ഇത്രയാകാവും. നമ്മളിപ്പോൾ പെരിഞ്ജീരകത്തിന് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് എടുത്താൽ മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി പൊടികളൊക്കെ ഞാൻ ഇടുമ്പോൾ തന്നെ പറഞ്ഞു തരാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇത് കണ്ടില്ലേ, സവാള ഈ ഒരു രീതിയിലാണ് അരിയുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ അരിയുന്ന ഇഷ്ടം, നീളത്തിലരിയാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എനിക്ക് ഈ ഒരു രീതിയിൽ കടലക്കറിക്ക് കിടക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓരോന്നോരോന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ സവാള ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പട്ട, ഏലക്ക, ഗ്രാമ്പു അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി, ഇതിൻ്റെ സീഡും സ്കിന്നും ഒക്കെ റിമൂവ് ചെയ്തതാണ്. ഇത് നോക്കൂ. ഇപ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതേപോലെ ചതച്ചതാണ്. അരിഞ്ഞിട്ടും ചേർക്കാം, പക്ഷെ ചതച്ച് ഇടുന്നതാണ് നല്ലത്. ഇപ്പം ഞാൻ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. അത് കാശ്മീരി മുളക് പൊടിയാണ്. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ പെരുംജീരകപ്പൊടിയാണ്. അത് അത്യാവശ്യമായിട്ട് നമുക്ക് കടലക്കറിക്ക് ചേർക്കണം. ഇറച്ചിക്കറിക്കാണെങ്കിലും എല്ലാത്തിനും പെരുംജീരകപ്പൊടി വളരെ ടേസ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ഉണ്ട്, അതൊരു ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി, അതൊരു 1/4 ടീസ്പൂൺ മതിയാവും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടൊരു കാര്യമുണ്ട്, കായപ്പൊടി ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കുന്നൊരു കാര്യമാണ് കായപ്പൊടി. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ കട്ടക്കായ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അതിൻ്റെ രുചി അത് ഇട്ടിട്ട് അതൊന്ന് എണ്ണയ്ക്കകത്ത് വറുത്തിട്ട് അതൊന്ന് പൊടിച്ച് ഇതിനകത്ത് ചേർത്താലോ ഒക്കെ അതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. അടുത്തായിട്ട് കറിവേപ്പില അല്പം മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ചതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ കടുക് താളിക്കുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് കറിവേപ്പില ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇത്രയും ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഇത്രയും താമസം. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്, വളരെ ടേസ്റ്റുമാണിത് കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഒക്കെ എല്ലാവരും പിടിക്കാൻ നമ്മളൊന്ന് ഇത് മിക്സാക്കി കൊടുക്കുന്നത്. നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് മുങ്ങിക്കിടക്കുന്നതിനേക്കാൾ മേളിലായിട്ട് നിൽക്കണം. നിരപ്പിനല്ല എടുക്കേണ്ടത്, അത് കുറച്ചുകൂടെ മേളിൽ നിൽക്കുന്ന രീതിയിൽ എടുക്കണം. നമുക്കിനി അടച്ച് വെച്ചിട്ട് വേവാൻ നിൽക്കാം.
സാധാരണ ഈ കടലയുടെ വേവ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ട് വരും. ഓരോ ബ്രാൻഡിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഓർഗാനിക് തത്വ, ഇതിപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഹാഫ് പോർഷൻസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേവ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ബാക്കി ഞാനൊരു ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടിച്ചതല്ല, ഇപ്പോൾ ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേവ് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. സാധാരണ ഒരു 5-6 പ്രഷറൊക്കെ വരുമ്പോഴത്തേന് വേകാറുണ്ട്. പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ കടലക്കറിക്ക് ഇപ്പം നമ്മൾ എളുപ്പത്തിനുള്ള കടലക്കറിയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നിങ്ങൾ വേവിച്ചെടുക്കുമ്പോഴാണ് എല്ലാം ഒന്ന് പിടിച്ചിട്ട് കറക്റ്റായിട്ട് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരു മീഡിയം ലെവലിലോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രഷർ വന്നിട്ട് വേവിച്ചെടുക്കാം. അപ്പം കുറച്ച് 6-7 പ്രഷർ വരുന്ന വരെ വെയിറ്റ് ചെയ്യണമായിരിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ വേവ് കറക്റ്റ് എത്ര പ്രഷർ വേണ്ടി വരും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം പുതിയ ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതിപ്പോൾ ലുലുവിലൊക്കെ ഇപ്പോൾ അവൈലബിളാണ്. ഓർഗാനിക് തത്വ എന്ന് പറയും, ഫാം പിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. കണ്ടില്ലേ? ഇതിപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഒന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ വേവ് എത്ര പ്രഷർ വരുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളൊന്ന് നോക്കാം. അപ്പോൾ ഞാനതൊന്ന് അടച്ചു വെച്ചിട്ട് വേവാൻ വയ്ക്കുകയാണ്. അപ്പോൾ ഈ കടലക്കറിയുടെയൊക്കെ ടേസ്റ്റ് പകുതി നിർണ്ണയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കടുവൊക്കെ വറുത്ത് നമ്മൾ കുറച്ച് ചുവന്നുള്ളിയൊക്കെ വഴറ്റി നമ്മുടെ വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കടുവ വറുത്തിട്ട് ഇതിലോട്ട് ഒഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് 10 മടങ്ങാവുന്നത്. അപ്പോൾ അതില്ലാണ്ട് അത് ശരിയാവില്ല. കടലക്കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പകുതി സ്റ്റേജ് ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പോൾ ഇത് നമുക്ക് ഇത് കണ്ടില്ലേ, ഇത് നമുക്കിനി കടുവ വറുക്കാനായിട്ട് പോവാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഒരു 6 വിസിൽ വേണ്ടി വന്നു. അപ്പോഴത്തേനും നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ്. ഞാൻ കഴിച്ച് നോക്കി. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഇട്ടത് അളവിനനുസരിച്ചൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചല്ലേ. അപ്പോൾ ഇൻ കേസ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർക്കാം. പിന്നെ ഈ മുളക് പൊടി ഇപ്പോൾ എരി കുറവെന്ന് തോന്നിയാലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ കടുവ വറുക്കുമ്പോൾ ചേർത്താൽ മതി. ഉപ്പ് മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല ഫൈനായിട്ടുള്ള കടലക്കറി നമുക്കിപ്പോൾ ഫൈനൽ സ്റ്റേജിലോട്ട് കിടക്കുകയാണ്. നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കടുവ വറുക്കാൻ പോവുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ചായിക്കോട്ടെ, നല്ലതാണ്, ടേസ്റ്റാണ്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചുമന്നുള്ളി അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മുമ്പേ എടുത്ത് വെച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എരി കുറവാണെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, നമ്മുടെ കറിയിലോട്ട് ഒഴിക്കാം. അത് നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. അതല്ലേ